തൃശൂർ കയ്പമംഗലത്ത് CPM ഓഫീസ് RSS പ്രവർത്തകർ അടിച്ചു തകർത്തു. ഇടക്കലങ്ങളിൽ ഉള്ള ലോക്കൽ കമ്മിറ്റി ഓഫീസാണ് തകർത്തത്. BJP ഹർത്താലിനിടെയാണ് സംഭവം. വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, സ്ഥലത്തിപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കുണ്ടോ? പ്രജീഷ്, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഹർത്താലിനെതിരെ പ്രതിഷേധ പ്രകടനവുമായി എത്തിയ BJP പ്രവർത്തകർ ഇടവിലിന് CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് ആക്രമണം നടത്തിയത്. ഓഫീസ് പൂർണ്ണമായും BJP പ്രവർത്തകർ അടിച്ചു തകർത്തു. കഴിഞ്ഞ ദിവസം വോട്ടെണ്ണൽ ദിനത്തിൽ ഒരു BJP പ്രവർത്തകൻ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്നു. ഇദ്ദേഹം ഇന്നലെ മരണമടഞ്ഞിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ജില്ലയിൽ BJP ഹർത്താലിന് ആഹ്വാനം നൽകിയിരുന്നത്. ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്ത സമയത്ത് തന്നെ ജില്ലാ കളക്ടർ A. രതീശൻ കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, അതുപോലെ തന്നെ ഈ ഇപ്പോൾ സംഘർഷം നടന്നിരിക്കുന്ന ഇടവിലങ്ങ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ഈ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ടാണ് BJP പ്രവർത്തകർ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള യാത്രയ്ക്ക് പിന്നാലെ പ്രതിഷേധ പ്രകടനവുമായി എത്തിയത്. ഈ BJP പ്രവർത്തകരാണ് ഇപ്പോൾ CPIM ഓഫീസിന് നേർക്ക് ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട പ്രമോദ് എന്ന BJP പ്രവർത്തകനെ മർദ്ദിച്ചത് CPIM പ്രവർത്തകരാണ് എന്ന ആരോപണമുണ്ടായിരുന്നു. എന്നാൽ CPIM ജില്ലാ കമ്മിറ്റി ഇത് നിഷേധിച്ചിരുന്നു. ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കോ LDF-നോ അല്ലെങ്കിൽ CPIM-നോ നേരിട്ട് ബന്ധമില്ല എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന, നിഷേധക്കുറിപ്പ് CPIM പുറത്തിറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഹർത്താലിനിടെ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രത്യേകിച്ച് ഈ നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ആളുകൾ 50-ലധികം ആളുകൾ കൂട്ടം കൂടി പ്രതിഷേധ പ്രകടനം നടത്തുകയും അതിനിടയിൽ CPIM പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ഏതായാലും ഈ ആക്രമണത്തിന് ശേഷം കൂടുതൽ പോലീസ് സന്നാഹങ്ങളെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ കൂടുതൽ പോലീസുകാരെ വീണ്ടും എത്തിക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത്. ദിൽജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ സന്ദർശിച്ചു. മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ VSൽ നിന്നും ഭരണതലത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അഭിപ്രായം തേടാനുമാണ് എത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മാസം 25-ന് LDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും പിണറായി വ്യക്തമാക്കി. UDF സർക്കാരിൻ്റെ കാലത്ത് നടന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവരികയും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നത് LDF സർക്കാരിൻ്റെ കർത്തവ്യമാണെന്ന് VS വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾക്കൊപ്പം തുടർന്നും താൻ ഉണ്ടാകുമെന്നും VS പറഞ്ഞു. രാവിലെ 9:30 CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനൊപ്പമാണ് പിണറായി വിജയൻ VSനെ കാണാനെത്തിയത്. 10 മിനിറ്റ് നേരം കൂടിക്കാഴ്ച നീണ്ടു. പ്രായോഗിക പരിജ്ഞാനമുള്ള നേതാവാണ് VS എന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഭരണത്തിൽ VSനുള്ള അനുഭവ സമ്പത്തും അഭിപ്രായവും തേടാനാണ് താൻ എത്തിയത്. മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ശേഷം പിണറായിയുടെ ആദ്യ പരിപാടിയായിരുന്നു VSുമായുള്ള കൂടിക്കാഴ്ച. ഈ മാസം 25-ന് LDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാരണം അദ്ദേഹമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുള്ള പ്രായോഗിക അനുഭവമുള്ള പാർട്ടി നേതാവ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ സാവകാശം മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഞാനാണെങ്കിൽ ഒരു പുതുക്കക്കാരനാണെന്ന് തന്നെ പറയാവുന്ന മട്ടിലുള്ള ഒരാളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സന്ദർശനത്തെ ആണിത്. അതുകൊണ്ട് 25-നാണ് നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് പരിപാടി നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 25-ന് വൈകുന്നേരം. ജനകീയ ഇടപെടലുകളുമായി തുടർന്നും താൻ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ ചുമതല ഒഴിയുന്നതിന് മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് VS ഇക്കാര്യം പറഞ്ഞത്. UDF സർക്കാരിൽ അഴിമതി നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ LDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ജിഷയുടെ ഘാതകർ അറസ്റ്റിലാകുന്ന കാലം വിദൂരമല്ലെന്നും VS പറഞ്ഞു. LDF വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കുമെന്നും അതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും VS വ്യക്തമാക്കി. ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള ഭരണം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവസരം നൽകിയ എല്ലാ കേരളീയരോടും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ജനകീയ വിഷയങ്ങളിലും ഇടതുപക്ഷ നിലപാടും ഉയർത്തിപ്പിടിച്ച് ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ കാവലാളായി നിലകൊള്ളുമെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും സന്ദർശിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനൊപ്പമായിരുന്നു പിണറായിയുടെ സന്ദർശനം. കൂടിക്കാഴ്ചയിൽ ഉമ്മൻചാണ്ടിയെ LDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പിണറായി ക്ഷണിക്കുകയും ചെയ്തു.
നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കന്റോൺമെന്റ് ഹൌസിൽ VS അച്യുതാനന്ദനെ സന്ദർശിച്ച ശേഷമാണ് CPI ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തിയത്. MN സ്മാരകത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, മുതിർന്ന നേതാക്കളായ പന്ന്യൻ രവീന്ദ്രൻ, KE ഇസ്മായിൽ, ബിനോയ് വിശ്വം തുടങ്ങിയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പിണറായിക്കൊപ്പമുണ്ടായിരുന്നു. 15 മിനിറ്റോളം നീണ്ടുനിന്നു കൂടിക്കാഴ്ച. തീർത്തും സൗഹാർദ്ദപരമായിരുന്നു കൂടിക്കാഴ്ചയെന്ന് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഒരു സൗഹൃദ സംഭാഷണം നടത്തിയത് മാത്രമാണ്. അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഡിസ്കസ് ചെയ്തില്ല. അതെ, അതൊക്കെ LDF കഴിഞ്ഞിട്ട് പറയുന്നതാണ് നല്ലത്. മദ്യനയം സംബന്ധിച്ചും മന്ത്രിസഭ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ LDF ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. MN സ്മാരകത്തിൽ നിന്നും നേരെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുത്തേക്ക് ജഗതിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് പിണറായി ഉമ്മൻചാണ്ടിയെ കണ്ടത്. കൂടിക്കാഴ്ചയിൽ LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ചതായി പിണറായി പറഞ്ഞു. ഇല്ല, തൊട്ട് മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുമായിട്ട് സൗഹൃദം പങ്കിട്ടു എന്നതേ ഉള്ളൂ. പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അതാണ്. പിന്നെ അതിനല്ലേ പ്രധാനമായും വന്നത് തന്നെ. LDF സർക്കാർ അധികാരത്തിലേറുന്ന സാഹചര്യത്തിൽ എല്ലാവരുടെയും പിന്തുണ ഉറപ്പിക്കുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടതു സർക്കാർ പുതിയ മദ്യനയം പ്രഖ്യാപിക്കുമെന്ന് കാനം രാജേന്ദ്രൻ. നിലവിലെ മദ്യനയം ഉമ്മൻചാണ്ടിയുടെ തട്ടിപ്പ് നയമാണ്. മദ്യനിരോധനം ഉട്ടോപ്യൻ സങ്കല്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മദ്യനിരോധനമല്ല ഞങ്ങളുടെ ലക്ഷ്യം, മദ്യവർജനമാണ്. കേരളത്തിന് ഒരു സാമൂഹ്യ വിപത്താണ് മദ്യം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പടിപടിയായി അതിൻ്റെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു നയം, ഒരു നടപടിയും LDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. കേരളത്തിൽ മദ്യം ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ട്, അതിനുള്ള സൗകര്യം ഈ നയത്തിലുണ്ട്. ഇത് ഉമ്മൻചാണ്ടിയുടെ തട്ടിപ്പ് നയമാണ്. ആ നയത്തിന് എതിരായിട്ടാണ് ഈ ജനവിധി. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം മുറുകുന്നു. ഘടകകക്ഷികളുടെ പിന്തുണയോടെ ഉമ്മൻചാണ്ടിയെ തന്നെ നേതൃസ്ഥാനത്തെത്തിക്കാനാണ് A ഗ്രൂപ്പിന്റെ നീക്കം. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം ഉള്ളവരാണ് പ്രതിപക്ഷ നേതാവ് ആകേണ്ടതെന്ന കടുത്ത നിലപാടാണ് I ഗ്രൂപ്പിന്. KPCC തലപ്പത്ത് മാറ്റം വേണമെന്നും ഇരു ഗ്രൂപ്പുകളും ആവശ്യപ്പെടും. പ്രതിപക്ഷ നേതൃസ്ഥാനം വേണ്ടെന്ന് പരസ്യമായി പറയുമ്പോഴും ഉമ്മൻചാണ്ടിയെ നേതാവാക്കാനുള്ള ചരടുവലികൾ A ഗ്രൂപ്പ് ശക്തമാക്കി. പ്രമുഖ A ഗ്രൂപ്പ് നേതാക്കൾ രാവിലെ ഉമ്മൻചാണ്ടിയുടെ വസതിയിൽ യോഗം ചേർന്നു. മുസ്ലിം ലീഗിന്റെയും KM മാണിയുടെയും പിന്തുണയോടെ ഉമ്മൻചാണ്ടിയെ പ്രതിപക്ഷ നേതാവാക്കാനാണ് നീക്കം. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും I ഗ്രൂപ്പ് തയ്യാറാകില്ല. 12 MLA-മാരുടെ പിന്തുണയോടെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുമെന്ന് I ഗ്രൂപ്പിലെ പ്രമുഖർ പറയുന്നു. A ഗ്രൂപ്പിന് പരമാവധി 8 MLA-മാരുടെ പിന്തുണയേ ഉള്ളൂ. ഘടകകക്ഷികൾ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടേണ്ടെന്നും I ഗ്രൂപ്പ് നിലപാടെടുക്കുന്നു. ഹൈക്കമാൻഡ് ഇടപെടൽ വഴി ഉമ്മൻചാണ്ടിയെ നീക്കാമെന്നാണ് സുധീരന്റെ കണക്കുകൂട്ടൽ. പാർട്ടി ഹൈക്കമാൻഡുമായി സംസാരിച്ച് അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഞാൻ ഇന്നലെ AICC ജനറൽ സെക്രട്ടറി ശ്രീ മുഗൾ വാസ്നിക്കുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം വരും. പരാജയത്തോടെ കോൺഗ്രസ് തലപ്പത്ത് മാറ്റം വേണമെന്ന ആവശ്യവും AI ഗ്രൂപ്പുകൾ ശക്തമാക്കി. സുധീരന്റെ നിലപാടുകൾ പരാജയത്തിന് കാരണമായെന്ന് 2 ഗ്രൂപ്പുകൾക്കും പരാതിയുണ്ട്. തിങ്കളാഴ്ച ചേരുന്ന KPCC യോഗത്തിൽ നേതൃമാറ്റം ഉന്നയിക്കപ്പെട്ടേക്കുമെന്നാണ് സൂചന. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തുടർഭരണം എന്ന പ്രതീക്ഷയുമായി ഇറങ്ങിയ UDFന് തോൽവിയേക്കാൾ ആഘാതമുണ്ടാക്കുന്നത് മറ്റൊന്നാണ്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി തെളിയിച്ചിട്ടുള്ള 4 ജില്ലകളിൽ ഇവർ സംപൂജ്യരാണ്. മാത്രവുമല്ല, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കോൺഗ്രസിന് കിട്ടിയത് ഒരു സീറ്റ് മാത്രം. കാസർഗോഡ് ജില്ലകളിലാണ് കോൺഗ്രസ് സംപൂജ്യരായി മടങ്ങിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഭരണത്തിലെത്തിയിട്ടും അന്നും കോൺഗ്രസിന്റെ ഈ ജില്ലകളിലെ പ്രകടനങ്ങൾ സമാനമായിരുന്നു. കൊല്ലത്ത് മത്സരിച്ച 8 സീറ്റുകളിൽ 8ഇടത്തും തോൽവി ഏറ്റുവാങ്ങി. 2011 അപേക്ഷിച്ച് ഇക്കുറിയൊരു മുന്നേറ്റം കോൺഗ്രസ് കൊല്ലത്ത് പ്രതീക്ഷിച്ചിരുന്നു. ഇടുക്കിയിൽ 5 സീറ്റുകളിലെ പഴയ അപ്രമാദിത്യം ഇവിടെ ഓർമ്മയായി. കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങളെല്ലാം അവരെ കൈവിട്ടു. ഇടുക്കിയിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി ഫലം ഇതുതന്നെയാണ്. ഇടുക്കിയിൽ 2 ആണെങ്കിൽ കോഴിക്കോട് 3 തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസിന്റെ ഒറ്റ സാരഥി പോലും നിലം തൊട്ടിട്ടില്ല. മുനീറും അബ്ദുള്ളയും കോഴിക്കോട് വിജയം കണ്ടുവെങ്കിലും അതൊക്കെ ലീഗിന്റെ ക്രെഡിറ്റിലേക്ക് പോകും. കാസർഗോഡും മറ്റൊന്നുമല്ല സ്ഥിതി, പൂജ്യർ തന്നെ. ഇതിനു പുറമെ പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, തൃശൂർ, വയനാട് ഇവിടെയെല്ലാം കോൺഗ്രസിന് കിട്ടിയത് ഓരോ MLA-മാരെ വീതം മാത്രമാണ്. AP അനിൽകുമാറാണ് മലപ്പുറത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി. പത്തനംതിട്ടയിൽ ശിവദാസൻ നായരെ വീണ തറപറ്റിച്ചപ്പോൾ കോന്നിയിലൊതുങ്ങി കോൺഗ്രസ്. തൃശൂരിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ കിട്ടിയ വടക്കാഞ്ചേരിയും ആലപ്പുഴ ജില്ലയിൽ ചെന്നിത്തലയ്ക്കും വയനാട്ടിൽ IC ബാലകൃഷ്ണനും മാത്രമാണ് ജയിക്കാനായത്. 4 സീറ്റുകളിൽ ഗോൾഡൻ ഡക്ക് അടിച്ചാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനോട് വിട പറഞ്ഞത്. തുടർഭരണമെന്നും 80-ലധികം സീറ്റുകളെന്നും മനക്കോട്ട കെട്ടിയ നേതൃത്വത്തിനെ പരാജയത്തെക്കാൾ വിഷമിപ്പിക്കുന്നത് ഈ പൂജ്യങ്ങൾ തന്നെ. ന്യൂസ് ഡെസ്ക്.
മുസ്ലിം ലീഗ് ആക്രമണത്തിൽ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് കൽപ്പകഞ്ചേരി വളവന്നൂർ പഞ്ചായത്തുകളിൽ CPM ഹർത്താൽ പുരോഗമിക്കുകയാണ്. കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ കടുങ്ങാത്തുകുണ്ട് സ്വദേശി ഹംസക്കുട്ടിയുടെ ഖബറടക്കം വൈകിട്ട് നടക്കും. വിശദാംശങ്ങളുമായി KT സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, വിശദാംശങ്ങൾ. പ്രജീഷ്, മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കൽപ്പകഞ്ചേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മൃതദേഹം ഖബറടക്കം. ഇന്നലെ വൈകിട്ടാണ് സംഭവമുണ്ടായത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം ആഹ്ലാദ പ്രകടനവുമായി വന്നിരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകർ ഹംസക്കുട്ടിയുടെ വീട്ടിലേക്ക് പടക്കമെറിഞ്ഞിരുന്നു. വീടിന്റെ ഒരു ഭാഗം തീപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് ഹംസക്കുട്ടി പോലീസിൽ പരാതിപ്പെട്ടിരുന്നെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. ഇന്നലെ വൈകിട്ട് വീണ്ടും ലീഗ് പ്രവർത്തകർ സംഘടിച്ച് എത്തുകയായിരുന്നു. വീണ്ടും ഹംസക്കുട്ടിയുടെ വീട്ടിലേക്ക് പടക്കമെറിഞ്ഞു. ഇത് ചോദിക്കാൻ ഇറങ്ങിയ ഹംസക്കുട്ടിയെ ലീഗ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി തന്നെ മരണപ്പെട്ടു. ഇയാൾ ഹൃദ്രോഗിയാണ്, ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഏതായാലും ഇന്നലെ വൈകിട്ട് വലിയ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. CPM പ്രവർത്തകർ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഇന്ന് 2 പഞ്ചായത്തുകളിൽ ഹർത്താൽ ആചരിക്കുകയാണ്. ഹർത്താൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കനത്ത പോലീസ് കാവലും മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാന്തപുരം വിഭാഗം SYSന്റെ യൂണിറ്റ് പ്രസിഡന്റാണ് മരിച്ച ഹംസ. രാജ്യം ഭരിക്കുന്നത് BJP ആണെന്ന് ഓർക്കണം CPM എന്നിപ്പോൾ രവിശങ്കർ പ്രസാദ് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നു. Series of killing in the last so many years, killing of RSS Swamsevaks. We thought after victory in the latest elections, they will be accommodative. We want to wish good luck to the government of CPM and LDF. But let them be very clear that the violence, attack over the RSS Swamsevak and BJP workers will not be tolerated. And if it does not stop, and if proper action is not taken, then we'll fight on the streets inside the parliament and let the CPM know that the BJP is ruling the country. Thank you. കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് CPM-നെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. രവിശങ്കർ പ്രസാദ് പറഞ്ഞത് രാജ്യം ഭരിക്കുന്നത് BJP ആണെന്ന് CPM ഓർക്കണം. ഇപ്പോഴുണ്ടാകുന്ന വയലൻസുകൾ, അക്രമങ്ങളൊക്കെയും CPM ഭരണത്തിൻ്റെ അധികാരത്തിൽ ഏറി എന്നതിനെ തുടർന്നുണ്ടാക്കുന്ന മനഃപൂർവ്വം കെട്ടി ചമയ്ക്കുന്ന ആക്രമണങ്ങളാണ് പുറത്തേക്ക് വിടുന്നതെന്നും രവിശങ്കർ പ്രസാദ് ദില്ലിയിൽ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങളുമായി സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നത്. സന്തോഷ്, രവിശങ്കർ പ്രസാദ് കേരളത്തിൻ്റെ അക്രമങ്ങളുടെ സാഹചര്യത്തിലാണോ ഇപ്പോൾ CPM-നെതിരെ വളരെ വ്യക്തമായ രീതിയിൽ ആഞ്ഞടിച്ചിരിക്കുന്നത്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? രവിശങ്കർ പ്രസാദാണ് CPM-നെതിരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കിയത് രാജ്യം ഭരിക്കുന്നത് BJP ആണെന്ന് CPM ഓർക്കണമെന്ന് രവിശങ്കർ പ്രസാദ് പറഞ്ഞിരിക്കുന്നു. ഭരണത്തിൻ്റെ നേടിയതിൻ്റെ മികവിൽ CPM ആക്രമണത്തിലേക്ക് പോകുന്നു. ആക്രമണം സംസ്ഥാനത്ത് അഴിച്ചുവിടുന്നു. തിരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ ഇതിന് തെളിവാണെന്നും രവിശങ്കർ പ്രസാദ് ദില്ലിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചു. സന്തോഷ് സർലിംഗ് വീണ്ടും ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? രാജ്യം ഭരിക്കുന്നത് BJP ആണെന്ന് CPM ഓർക്കണമെന്ന് രവിശങ്കർ പ്രസാദ് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ഒരിക്കൽ കൂടി ചേരുന്നു. സന്തോഷ്, എന്താണ് രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കിയത്? പ്രജീഷ്, ഇന്ന് ഉച്ചയോടുകൂടി 2:30 BJP ആസ്ഥാനത്ത് വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് CPM-നെതിരെ ഭീഷണിയുമായി BJP നേതാവ് തന്നെ രംഗത്തെത്തിയത്. പ്രധാനമായും എടുത്തു പറഞ്ഞത് കേരളത്തിൽ സംഘപരിവാറിനെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ എതിരിടാൻ BJPക്ക് അറിയാം. കാരണം രാജ്യം ഭരിക്കുന്നത് BJP ആണെന്ന് ഓർക്കണം. ഇനിയും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് പാർലമെന്റിന് അകത്തും
പുറത്തും നേരിടുമെന്നും രവിശങ്കർ പ്രസാദ് പറയുകയുണ്ടായി. ഇത്തരം സംഭവങ്ങൾ എങ്ങനെ നേരിടണമെന്ന് പാർട്ടിക്ക് അറിയാം എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് അത്തരം പ്രസ്താവനകൾ രവിശങ്കർ പ്രസാദ് അവസാനിപ്പിച്ചത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആദ്യത്തെ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന എന്ന് പറയാം, ഭീഷണി എന്ന് പറയാം. കാരണം സംസ്ഥാനത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് LDFും BJPയും തമ്മിൽ ശക്തമായ പോരാട്ടങ്ങൾ നടന്നു. പക്ഷെ പ്രതീക്ഷിച്ച ഒരു വിജയ സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം RSS പ്രവർത്തകർ കേരളത്തിലുണ്ടായ ആക്രമണങ്ങൾ പലതരത്തിൽ ദേശീയ തലത്തിൽ BJP വ്യാഖ്യാനിച്ചത് അത് സംഘപരിവാറിനെതിരെ കേരളത്തിൽ CPM അധികാരത്തിലെത്തിയതിനു ശേഷം നടക്കുന്ന ആക്രമണങ്ങളാണ് എന്നായിരുന്നു. തൃശ്ശൂരിലെ പല സംഭവങ്ങൾ എടുത്തു പറയുകയും ചെയ്തു. അത്തരത്തിൽ ദേശീയ തലത്തിൽ ഒരു കേരളത്തിന്റെ ഒരു പ്രതിച്ഛായയ്ക്ക് മാറ്റമുണ്ടാക്കാനുള്ള ഒരു ശ്രമം BJP നടത്തുന്നത്. അതായത് CPM അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് കേരളത്തിൽ ആക്രമണം കൂടുന്നു എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാൻ BJP ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്ന് BJP ആസ്ഥാനത്ത് തന്നെ വിളിച്ചു ചേർത്ത രവിശങ്കർ പ്രസാദ് ഇത്തരം ഒരു ഭീഷണി ഉയർത്തിയത്. സന്തോഷ് തുടരുക. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വാക്കുകളിലേക്ക്. The reckless, ugly, cruel violence unleashed in Kannur and adjoining areas by the CPM, their supporters, over the BJP workers and RSS Swamsevaks. The CPM and the LDF have won Kerala. We expect them to respect the mandate of democracy, work peacefully for the growth of all. But this kind of senseless violence, killing, serious injuries, destruction of shops, houses is not acceptable. And I would like to warn the CPM that the BJP is ruling India with popular support. BJP along with the NDA is ruling 14 states of India. And BJP along with NDA partners has won 15% vote in Kerala. Therefore, our mandate also needs to be respected. In Kannur, there have been series of killing in the last so many years, killing of RSS from Sevaks. We thought after victory in the latest elections, they will be accommodative. We want to wish good luck to the government of CPM and LDF. But let them be very clear that the violence, attack over the RSS Swamsevak and BJP workers will not be tolerated. And if it does not stop, and if proper action is not taken, then we will fight on the streets inside the parliament. And let the CPM know that the BJP is ruling the country. രവിശങ്കർ പ്രസാദിന്റെ വാക്കുകളാണ് കേട്ടത്. ശക്തമായ ഭീഷണി BJP ഉയർത്തിയിരിക്കുന്നു CPIM-നെതിരെ.